ഈശോയ്ക്കും മാതാവിനും സ്തുതി. എൻ്റെ പേര് ജോസി ആൻഡ്രൂസ്. ഞാൻ എറണാകുളത്തെ കോതാട് ഇടവകയിൽ നിന്നും വരുന്നു. ഞാനിവിടെ ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് 2 പ്രാവശ്യം ഇവിടെ വന്ന് പോയിരുന്നു. ഇതെൻ്റെ ഭാര്യ ജാൻസി. ഞാൻ ഉടമ്പടി എടുക്കാനുണ്ടായ കാരണം എൻ്റെ ഇടത്തെ മുട്ടുകാലിൽ നീരും വേദനയും കാരണം ഒരു 3 വർഷത്തോളം ഞാൻ വളരെ വിഷമിച്ചു. പല കീ ഹോൾ സർജറിയൊക്കെ ചെയ്തിട്ടൊന്നും ശരിയായില്ല. അത് കഴിഞ്ഞൊരു ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു എൻ്റെ കാലിന് NETB ആണെന്ന് പറഞ്ഞു. പിന്നീട് അതിൻ്റെ മരുന്ന് സ്റ്റാർട്ട് ചെയ്തു. അത് വളരെ ശക്തമായ ആൻറ്റിബയോട്ടിക്കായിരുന്നു. അതൊരു കോഴ്സ് 6 മാസമായിരുന്നു ആദ്യം പറഞ്ഞിരുന്നത്. അത് 9 മാസത്തേക്ക് നീണ്ടു. ആ മരുന്നിൻ്റെ ശക്തി കാരണം, അതിൻ്റെ സൈഡ് എഫക്റ്റ് കാരണം എൻ്റെ ഒരു 3 മാസം കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ കണ്ണിൻ്റെ കാഴ്ച ശക്തി പോയി. ഒരു 5% ഒക്കെ കാണാൻ പറ്റുള്ളായിരുന്നു. അതുപോലെ എൻ്റെ കാൽമരവിപ്പ്. പിന്നെ അതിനേക്കാളും പ്രശ്നമാണ് എനിക്ക് ഉറങ്ങാൻ പറ്റില്ലായിരുന്നു. ഒരു രാത്രി 1 മണിക്കൂർ പോലും ഉറങ്ങാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. പിന്നെ ടെൻഷൻ. രാത്രി ഒരു മണി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാം നെഗറ്റീവ് ചിന്തകൾ മാത്രമേ വരുള്ളൂ മനസ്സിലോട്ട്. എങ്ങനെ ജീവിക്കും ഇങ്ങനെ എപ്പോഴും ജീവിതകാലം മുഴുവൻ? അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഡോക്ടറെ എന്നോട് ആദ്യം പറഞ്ഞത് ഒരു കണ്ണ് ശരിയായി കിട്ടുമെന്നാണ് പറഞ്ഞു വെച്ചത്. പക്ഷേ 4 മാസം കഴിഞ്ഞപ്പോൾ ഡോക്ടർ ഒരു ദിവസം എന്നോട് ചെന്ന് കഴിഞ്ഞപ്പോൾ പറഞ്ഞു നിങ്ങളുടെ കണ്ണിനി ഒരിക്കലും ശരിയാവില്ല, ഇങ്ങനെ തന്നെ ജീവിക്കേണ്ടി വരുമെന്ന് പറഞ്ഞു. അതുപോലെ ഞാൻ തകർന്നു. ഞാൻ കുറേ കരഞ്ഞു. പിന്നെ ഈ പറഞ്ഞ ജീവിക്കാൻ സ്വയമായിട്ട് മരിക്കാൻ പോലും സ്വന്തമായിട്ട് പറ്റാത്തൊരവസ്ഥയിലായിപ്പോയി. പല വിധത്തിലും ചിന്തിച്ചു, പക്ഷേ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ആ നേരത്താണ് ഞാൻ മാതാവിനെ പറ്റി ഓർത്തതും ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതും. ഇവിടെ വന്ന് ഉടമ്പടി എടുക്കാൻ ഞാനും ഭാര്യയും എൻ്റെ മകനും കൂടിയാണ് വന്നത്. എൻ്റെ ഫോമിലൊക്കെ എഴുതാനായിട്ട് എനിക്ക് കണ്ണ് കാണില്ലായിരുന്നു. അപ്പോൾ ഭാര്യയാണ് അതെല്ലാം എഴുതിയൊക്കെ ചെയ്ത് ക്ലാസ് കഴിഞ്ഞ് മുമ്പിലത്തെ മാതാവിൻ്റെ സ്റ്റേജിൽ പോയി പ്രാർത്ഥിച്ച് എന്നോട് ടോക്കൺ എടുക്കാൻ പറഞ്ഞു. എനിക്ക് തിരിയാണ് കിട്ടിയത്. അപ്പോൾ ആ ടോക്കൺ എടുത്തു കഴിഞ്ഞപ്പോഴേക്ക് സിസ്റ്റർ എന്നോട് ചോദിച്ചു എന്ത് സാധനം കിട്ടിയതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്കറിയാൻ പാടില്ല, സിസ്റ്റർ തന്നെ വായിച്ചോ, എനിക്ക് കണ്ണ് കാണിക്കുള്ളൂ എന്ന് പറഞ്ഞു. ഞാൻ അവിടെ നിന്ന് അത് കഴിഞ്ഞ് താഴത്തോട്ട് ഇറങ്ങി. പക്ഷേ എനിക്ക് കണ്ണ് കാണാൻ പാടില്ലായിരുന്നു. ഞാൻ നേരെ അവിടെ നിന്ന് ഉരുണ്ട് അടിച്ചടിച്ച് താഴത്തോട്ട് വിടും. പക്ഷേ പരിശുദ്ധ മാതാവ് അമ്മ എന്നെ കാത്തു. എനിക്ക് യാതൊരു പരിക്കും ഉണ്ടായിരുന്നില്ല. അന്ന് അത് കഴിഞ്ഞ് ഉടമ്പടി എടുത്ത് വീട്ടിൽ പോയിട്ട് അന്ന് സുഖമായിട്ട് ഒരു 6 മാസത്തിന് ശേഷം ഞാൻ സുഖമായിട്ട് കിടന്നുറങ്ങി. സമയ ചുരുക്കത്തിൻ്റെ അമ്മ എന്ന് പറഞ്ഞത് ഞാനന്ന് അനുഭവിച്ചു. അന്ന് തുടങ്ങിയിട്ട് ഇന്ന് വരെ ഉറക്കത്തിന് യാതൊരു പ്രശ്നം ഉണ്ടായില്ല. ടെൻഷനും എല്ലാം അതോടെ മാറി. പിന്നീട് എൻ്റെ കണ്ണിൻ്റെ കാഴ്ചശക്തി കുറേശ്ശെ ശരിയാകാൻ തുടങ്ങി. ഇപ്പോൾ പൂർണ്ണമായി കിട്ടി. ഇപ്പോൾ ഞാൻ വണ്ടി ഓടിക്കാനൊക്കെ എനിക്ക് ഉള്ള കാഴ്ചശക്തിയായി. വളരെ ഇത് അമ്മയുടെയും തിരുക്കുമാരൻ്റെയും അനുഗ്രഹം കൊണ്ട് മാത്രമാണെന്ന് ഞാനും എൻ്റെ കുടുംബവും വിശ്വസിക്കുന്നു. അല്ലാതെ വേറെ ഒരു വിധത്തിലും ഇത് ശരിയാവില്ല എന്ന് ഡോക്ടർ പറഞ്ഞതാണ്. അത് മാതാവിൻ്റെയും കുരുക്കുമാരൻ്റെയും അനുഗ്രഹം കൊണ്ട് മാത്രമാണ് അത് സംഭവിച്ചത്. പിന്നീടുള്ളത് ഉണ്ടായിരുന്നത് എൻ്റെ മകൻ്റെ ഒരു കാര്യമായിരുന്നു. മകന് ഒരു MBA കഴിഞ്ഞിട്ട് 3 കൊല്ലം ബ്രേക്ക് ഉണ്ടായിരുന്നുകൊണ്ട് ജോലി കിട്ടാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു. അത് താമസം വന്നു. പക്ഷേ ഞാനിവിടെ വന്ന് ഉടമ്പടിയെത്തതിൻ്റെ നെക്സ്റ്റ് വീക്കിൽ കൊച്ചിയിൽ തന്നെ നല്ലൊരു ജോലി കിട്ടി. അവന് ഈ അടുത്ത ദിവസം അവൻ്റെ കല്യാണം കഴിഞ്ഞു. ഇതെല്ലാം അമ്മയുടെ അനുഗ്രഹം കൊണ്ട് മാത്രമാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാനും എൻ്റെ കുടുംബം വിശ്വസിക്കുന്നു. ഞാൻ ആദ്യം വിചാരിച്ച് 2024 കഴിഞ്ഞ് 25 ഞാൻ കാണില്ല എന്നായിരുന്നു ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷേ ദൈവം എന്നെ വളരെ അനുഗ്രഹിച്ചു, വീണ്ടും ഉയർത്തി കൊണ്ടുവന്നു. ഞാൻ എൻ്റെ കുടുംബവും വളരെ നന്ദി പറയുന്നു. പിന്നെയുള്ളത് പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ക്യാൻസർ രോഗികൾക്കും പിന്നെ പാവപ്പെട്ടവർക്കൊക്കെയുള്ള പൈസയും ധനസഹായവും ഇവിടുത്തെ ഉടമ്പടി എടുത്ത് വേറെ 2 പേരും കൂടിയിട്ട് ഇവിടെ റെയിൽവേ സ്റ്റേഷനിലൊക്കെ പാവപ്പെട്ട വഴി കിടക്കുന്ന ആളുകൾക്ക് ഭക്ഷണം എത്തിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ എല്ലാ ആഴ്ചയിലും രോഗികളെ സന്ദർശിക്കും. ഈ പൈസ കൊടുക്കാനൊക്കെ പോകുമ്പോഴേക്കും ഞാനൊരു വിൻസെൻ്റ് പോളിൻ്റെ ഒരു പ്രവർത്തനം കൂടിയാണ്. അപ്പോൾ അതിൻ്റെയും കൂടി പ്രവർത്തനം ഉള്ളതുകൊണ്ട് എപ്പോഴും എല്ലാ ആഴ്ചകളിലും ഈ രോഗികളെ കാണലും പൈസ കൊടുക്കാൻ പോകലും ഒക്കെ ഉണ്ട്. അപ്പോൾ കൂട്ടത്തിൽ എൻ്റെ ഇതും നടക്കും. എല്ലാം നമ്മൾ മാനസികമായിട്ടൊരു ഇങ്ങനെ ആൾക്കാരെ സഹായിക്കാനായിട്ടൊന്ന് മനസ്സ് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ മാതാവ് അതിനുള്ള സാഹചര്യങ്ങൾ ഒരുക്കി തരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആത്മീയമായി പറയുകയാണെങ്കിൽ
എല്ലാ ദിവസവും ഞാൻ കുർബാന കൂടും. അത് പണ്ട് തുടങ്ങി തന്നെ നേരത്തെ തന്നെ ഉള്ളതാണ്. പിന്നെ ഇപ്പോൾ ഉടമ്പടി എടുത്തതിന് ശേഷം എല്ലാ രണ്ടാഴ്ച കൂടുമ്പോഴും കുമ്പസാരിച്ച് കുർബാനയ്ക്കുള്ളും, എല്ലാ ദിവസവും കുർബാനയ്ക്കുള്ളും. പിന്നെ ഉള്ളത് വീട്ടിൽ പ്രാർത്ഥന, എല്ലാ ദിവസവും കുടുംബ പ്രാർത്ഥനയിലൊക്കെ ചെല്ലാറുണ്ട്. അത് നേരത്തെ അല്ലാണെങ്കിൽ പോലും, പക്ഷേ ഇപ്പോൾ ഉടമ്പടി എടുത്തതിന് ശേഷം വളരെ തീക്ഷ്ണമായിട്ട് പ്രാർത്ഥിക്കാൻ എനിക്ക് പറ്റുന്നുണ്ട്. കുർബാന സ്വന്തമായിട്ടുള്ള പ്രാർത്ഥനകളും വളരെ വളരെ ടൈം വെച്ച് കൂടുതൽ പ്രാർത്ഥിക്കാൻ പറ്റുന്നുണ്ട്. എല്ലാം അമ്മ മാതാവിൻ്റെയും തിരുക്കുമാരൻ്റെയും അനുഗ്രഹം കൊണ്ടാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നന്ദി. യേശു പറഞ്ഞു, നീ പൊയ്ക്കൊള്ളുക, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. തൽക്ഷണം അവന് കാഴ്ച ലഭിച്ചു. അവൻ യേശുവിനെ അനുഗമിച്ചു. മർക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായം 52-ാം തിരുവചനമാണിത്. ബർത്തമയോസ് യേശുവിൽ പൂർണ്ണ വിശ്വാസത്തോടെയാണ് യേശുവിൻ്റെ അരികിൽ വന്നത്. ആളുകൾ അവനോട് മിണ്ടാതിരിക്കാൻ പറഞ്ഞിട്ടും അവൻ വിശ്വാസത്തോടെ യേശുവിനെ വിളിച്ചു. ഈശോ പറയുന്നത് അത്ഭുതം സംഭവിച്ചത് അവൻ്റെ വിശ്വാസം മൂലമാണ് എന്നാണ്. ഉടനെ അവന് കാഴ്ച പ്രാപിച്ചു എന്നാണ് നമ്മൾ വായിച്ചത്. യേശുവിൻ്റെ വചനത്തിൻ്റെ ശക്തിയാണത്. സത്യവിശ്വാസത്തോടെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഈശോയെ സ്പർശിക്കുന്ന രീതിയിൽ നമ്മൾ യാചിക്കുമ്പോൾ ഈശോ നമ്മുടെ എല്ലാ കാര്യങ്ങളും നടത്തി തരും. ബേബി ഫ്രാൻസിസ് എന്ന സഹോദരൻ ഇവിടെ വന്ന് പറഞ്ഞ സാക്ഷ്യവും അതുതന്നെയാണ്. ഉടമ്പടി ജീവിതം നയിക്കുന്ന മക്കളുടെ ജീവിതത്തിലും ആ വിശ്വാസം, ആ തീഷ്ണതയാണ് ഈശോ ആഗ്രഹിക്കുന്നത്. ജോസി ആൻഡ്രൂസ് എന്ന മകൻ്റെ സാക്ഷ്യത്തിൽ നമുക്ക് മനസ്സിലായത് 9 മാസത്തോളം ഉണ്ടായിരുന്ന കോഴ്സായിരുന്നു നീ TB കൊണ്ടായിരുന്ന അസുഖം. 3 മാസമായപ്പോൾ കാഴ്ച പോയി. വളരെ ബുദ്ധിമുട്ടിയിരുന്ന സമയമായിരുന്നത്. ഒത്തിരി പ്രയാസമേറിയ സമയത്താണ്. 2 പ്രാവശ്യം അതിനു മുൻപ് കൃപാസനത്തിൽ വന്നിരുന്നാലും ആ കാഴ്ച പോയ സമയത്ത്, ആ ഇരുണ്ട ദിവസങ്ങളിൽ കൂടെ കടന്നു പോകുന്ന സമയത്താണ് പരിശുദ്ധ അമ്മയുടെ ഈ ആലയത്തിൽ വന്ന് ഉടമ്പടി എടുക്കുവാനായിട്ട് ആഗ്രഹിച്ചത്. ഇവിടെ വന്നപ്പോൾ എഴുതുവാൻ പോലുള്ള കാഴ്ച പോലും ഇല്ലായിരുന്നു. വൈഫാണ് എഴുതി കൊടുത്തത് എല്ലാ കാര്യങ്ങളും. വന്നപ്പോൾ 3 ടോക്കണാണ് ഇവിടെ സാധാരണ ലഭിക്കുന്നത്. ആ ടോക്കണിനുള്ള കാര്യം എന്താണെന്ന് പോലും വായിക്കാൻ പറ്റുന്നില്ലായിരുന്നു. സിസ്റ്ററാണ് വായിച്ചു കൊടുത്തത്. കിട്ടിയ ടോക്കണിൽ തിരികൾ എന്നാണ് എഴുതിയിരുന്നത്. ആ തിരികൾ മേടിക്കാനായിട്ടാണ് മുകളിലത്തെ സ്റ്റെപ്പിൽ നിന്ന് താഴോട്ട് ഇറങ്ങിയപ്പോഴവിടെയാണ് വീണത്. പരിശുദ്ധ അമ്മയുടെ സംരക്ഷണമാണ് ആ മകനെ താങ്ങി നിർത്തിയത്. അന്ന് തൊട്ടാണ് ഈ മകൻ്റെ ജീവിതത്തിലേക്ക് പരിശുദ്ധ അമ്മ ഈശോയും കടന്നു ചെല്ലുന്നത്. സമയച്ചുരുക്കത്തിൻ്റെ അമ്മ 9 മാസം കോഴ്സ് ഉണ്ടായിരുന്ന നീ TBയുടെ കോഴ്സായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. കാഴ്ച പോയ ആ സമയത്ത് ഉടമ്പടി എടുത്ത ആ ദിവസത്ത് തന്നെയാണ് കുറേ നാളുകൾ ഉറങ്ങാത്ത രാത്രികളായിരുന്നു. അന്ന് രാത്രിയാണ് ഉടമ്പടി എടുത്ത ആ ദിവസം, അന്ന് രാത്രി. ഇപ്പോൾ നമ്മൾ വായിച്ചു കേട്ടത് അന്ന് തന്നെ അവന് സുഖം പ്രാപിച്ചു എന്നാണ്, സൗഖ്യമാക്കി, കാഴ്ച ലഭിച്ചു എന്ന് പറഞ്ഞതുപോലെ തന്നെ ഈ മകനും ഉടമ്പടി എടുത്ത അന്ന് രാത്രിയാണ് കുറേ മാസങ്ങൾക്ക് ശേഷം ഈ മകന് കിടന്നുറങ്ങുവാൻ സാധിച്ചത്. കാഴ്ചയില്ലാത്ത ദിവസങ്ങളിൽ, അന്ധകാരപൂർണമായ ദിവസങ്ങളിലാണ് ഉടമ്പടി എടുത്ത ഉടനെ ഈശോയും അമ്മയും പ്രകാശമായി ഈ മകൻ്റെ ജീവിതത്തിൽ കടന്നു ചെന്നത്. ഇതാണ് ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ മാത്രം കാണുവാൻ സാധിക്കുന്നത്. നമ്മൾ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുമ്പോൾ, യാചിക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥന ഈശോയും അമ്മയും നമ്മുടെ കൂടെ നിന്ന് ഉടമ്പടി എടുത്ത ഉടനടി നടത്തി തരുന്ന ഒരു സാക്ഷ്യമാണ്, ഒരു ജീവിതമാണ് നമ്മൾ കാണുന്ന ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ. നമ്മളുടെ ജീവിതത്തിലും നമ്മളും പല രീതികളിൽ, പല സാഹചര്യങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. നമ്മുടെ ജീവിതത്തിലുള്ള ഇരുണ്ട നിമിഷങ്ങളെ പ്രകാശപൂർണ്ണമാക്കാൻ ഉടമ്പടി ജീവിതം നമ്മെ സഹായിക്കട്ടെ എന്ന് നമുക്കും പ്രാർത്ഥിക്കാം. ദൈവവചനത്തിലൂടെ ജീവിതം നയിച്ച് അവൻ പറയുന്ന പോലെ ചെയ്യുക എന്ന് പറഞ്ഞ ആ അമ്മയുടെ വാക്കുകൾ കേട്ട്, അമ്മയുടെ മാധ്യസ്ഥത്തിലൂടെ നമ്മുടെ ഉടമ്പടി ജീവിതവും നമ്മൾ കൂടുതൽ തീഷ്ണതാപൂർവം, വിശ്വസ്തയോടെ, ആത്മാർത്ഥതയോടെ നയിക്കുവാൻ നമുക്ക് ശ്രമിക്കാം. പൂർണ്ണ വിശ്വാസത്തോടെ ബെത്സൈദയിലെ
ബർത്തമേസ് പ്രാർത്ഥിച്ചതുപോലെ തന്നെ നമുക്കും ദൈവത്തെ വിശ്വാസത്തോടെ വിളിച്ചപേക്ഷിക്കാം. നമ്മളെ രക്ഷിക്കുന്ന ഒരമ്മയാണ്, നമ്മളെ രക്ഷിക്കുന്ന ഒരു ദൈവമാണ് കൂടെയുള്ളത്. നമ്മളെ സംരക്ഷിക്കുന്ന ഒരമ്മയാണ് ഈ സന്നിധിയിലുള്ളത്. പൂർണ്ണ വിശ്വാസത്തോടെ നമുക്കും നമ്മുടെ വിശ്വാസം സമർപ്പിച്ച് നമുക്ക് ഉടമ്പടി ജീവിതം മുന്നോട്ട് നയിക്കാം. ജോസി ആൻഡ്രൂസിൻ്റെയും കുടുംബത്തിന് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.